ട്രൈവലും ജോണിനെ പോലെ ഒരു കർഷകനാണ്. അയാൾക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ചെറിയൊരു വീട്ടിൽ അവർ സന്തോഷമായി കഴിഞ്ഞു വരുന്നു. അവരുടെ ജീവിതം കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ഉണ്ടായിരുന്നത്. ട്രൈവലിന്റെ മകനായ വില്യത്തിന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോട് വലിയ താല്പര്യമായിരുന്നു. പഠനത്തിലും വില്യം മികച്ചു നിന്നിരുന്നു. ഗ്രാമവാസികളുടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു കൊടുത്ത് കുടുംബത്തിലേക്ക് ചെറിയ പണമൊക്കെ അവൻ സമ്പാദിക്കുമായിരുന്നു. മറുവശത്ത് ട്രൈവലിന്റെ മകൾ ആനി പണമില്ലാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാകാതെ ഇരിക്കുന്നു. നല്ല കാലാവസ്ഥയും നല്ല വിളവുമില്ലെങ്കിൽ ട്രൈവലിന്റെ കുടുംബം പട്ടിണിയാകും. അതുവരെ കഷ്ടപ്പാടായിരുന്നത് കൊണ്ട് തന്നെ വില്യത്തിന് സ്കൂളിൽ പോകാനായി നല്ല യൂണിഫോം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ തരക്കേടില്ലാത്ത വിളവ് ലഭിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാനായി കുറച്ച് പണം ലഭിക്കുന്നു. വില്യത്തിന് പുതിയ സ്കൂൾ യൂണിഫോം കണ്ട് ട്രൈവലിന്റെ ഭാര്യ ആഗ്നസ് കടന്നു വരുന്നു. വില്യം കുളിച്ചു വരുമ്പോഴേക്കും ബെഡിൽ യൂണിഫോം കൊണ്ടുവെക്കാനായി ആഗ്നസ് ട്രൈവലിനോട് പറയുന്നു. കുളിച്ചു വന്നപ്പോൾ പുതിയ യൂണിഫോം കണ്ട വില്യം വളരെയധികം സന്തോഷിക്കുന്നു. അവനത് ധരിച്ച് സന്തോഷത്തോടെ പുറത്തു വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് വില്യം സ്കൂളിലേക്ക് പോകുന്നു. പോകുന്നതിന് മുമ്പ് വില്യത്തിനോട് നന്നായി പഠിക്കണമെന്നും പഠിച്ച് വലിയ ആളായി മാറണമെന്നും ട്രൈവൽ പറയുന്നു. വില്യവും സുഹൃത്തായ ഗിൽബർട്ടും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു. ഇതേ സമയം ആഗ്നസും ആനിയും ചേർന്ന് അടുത്തുള്ള മില്ലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആഗ്നസ് ആനിയോട് യൂണിവേഴ്സിറ്റി പഠനം കഴിയുമ്പോൾ നീയും നല്ല ജോലി വാങ്ങി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. മില്ലിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ ട്രൈവലും അങ്ങോട്ടേക്ക് എത്തുന്നു. ആ സമയം നന്നായി വസ്ത്രം ധരിച്ച ഒരാൾ ഒരു സൈക്കിളിൽ അതുവഴി കടന്നു പോകുന്നുണ്ട്. ആ യുവാവിനെ ആനി കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും വിരിഞ്ഞു. മൈക്ക് എന്നായിരുന്നു അയാളുടെ പേര്. മൈക്ക് നേരെ സൈക്കിൾ ചവിട്ടിയെത്തിയത് വില്യം പഠിക്കുന്ന സ്കൂളിലാണ്. സ്കൂളിൽ ഇപ്പോൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് അവിടുത്തെ ഒരു അധ്യാപകനാണ്. അസംബ്ലിയിൽ പ്രിൻസിപ്പൽ കുട്ടികളുടെ അടുത്ത് ഫീസ് അടയ്ക്കാനായി ആവശ്യപ്പെടുന്നു. സ്കൂൾ ഫീസ് അടയ്ക്കാത്തവർക്ക് ലൈബ്രറി കാർഡ് നൽകുന്നതല്ല എന്നും സ്കൂൾ ലൈബ്രറി ഉപയോഗിക്കാൻ സാധിക്കുകയില്ലെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അന്നേ ദിവസം ക്ലാസ് കഴിഞ്ഞ് വില്യം ആനി നൽകിയ ഒരു ലെറ്റർ മൈക്കിന് കൊടുക്കുന്നു. ആനിയുടെ യൂണിവേഴ്സിറ്റി പഠനത്തിന് സഹായിക്കാൻ വേണ്ടിയുള്ള ലെറ്റർ ആണെന്നാണ് ആനി പറഞ്ഞതെന്നും വില്യം മൈക്കിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ മൈക്കിന് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. പിന്നാലെ മൈക്ക് പോകാനായി ഇറങ്ങുന്നു. പോകുന്നതിന് മുമ്പ് വില്യം ഫീസ് അടച്ചിട്ടില്ല എന്നും ഉടൻ തന്നെ ഫീസ് അടയ്ക്കണമെന്നും മൈക്ക് പറയുന്നു. പിറ്റേന്ന് ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അതിനായി വില്യം വൈകുന്നേരം മുതലേ പഠിക്കാനായി ആരംഭിച്ചു. പക്ഷേ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഇടമായതുകൊണ്ട് തന്നെ രാത്രിയായപ്പോൾ ലൈറ്റും മറ്റും ഇല്ലാത്തതിനാൽ വില്യത്തിന് പഠനം അവസാനിപ്പിച്ച് ഉറങ്ങേണ്ടി വന്നു. വൈകാതെ അവർക്ക് ആ ടെസ്റ്റ് പേപ്പറിന്റെ മാർക്കും ലഭിച്ചു. ഫസ്റ്റ് ക്ലാസ്സിനോടടുത്തുള്ള മാർക്ക് വാങ്ങാൻ വില്യംസിന് സാധിച്ചു. എന്നാൽ നമുക്ക് രാത്രിയിലും പഠിക്കാൻ സാധിച്ചാൽ ഇതിലും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുമെന്ന് വില്യം ഗിൽബർട്ടിനോട് പറയുന്നു. അന്ന് സ്കൂൾ വിട്ടു പോകുമ്പോൾ അവർ റോഡ് സൈഡിലുള്ള ഒരു ജങ്ക്യാർഡിലേക്ക് കയറുന്നു. പഠിക്കുവാൻ വേണ്ടി രാത്രിയിൽ വെളിച്ചമുണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തു കിട്ടുമോ എന്നറിയാനായിരുന്നു അവർ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അവർക്ക് അവിടെ നിന്നൊന്നും ലഭിക്കുന്നില്ല.